വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂവിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു പ്രത്യേകത ഉള്ളൊരു വീഡിയോ ആണ്. ഒരിക്കലും സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം അല്ല. എനിവേ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോണാണ് റിയൽമി 12X. മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണാണ്, 5G സ്മാർട്ട് ഫോണാണ്. എനിവേ ഏകദേശം ഒരു മാസത്തിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രത്യേകത ഈ ഒരു വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു 2 മാസത്തേക്ക് ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ മൊബൈൽ അൺബോക്സിങ്ങിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണ്. മറ്റൊന്നല്ല, നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു വെക്കേഷനും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ മൊബൈൽ നാട്ടിൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മൊബൈൽ അൺബോക്സിങ്ങിൻ്റെ വീഡിയോസിന് ചെറിയൊരു ഗ്യാപ്പ് വരുന്നതായിരിക്കും. എല്ലാ തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ ചെയ്യുന്നതാണ്. ഇനി ബൈ ചാൻസ് നാട്ടിൽ എന്തെങ്കിലും മൊബൈൽസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു മൊബൈൽ അൺബോക്സിങ് കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ സമയത്തും വെക്കേഷനിൽ പോകുന്ന സമയത്ത് പറയുന്ന പോലെ തന്നെ നല്ല കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടക്ക് കൂടെ നിന്നോളണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇൻട്രോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഇന്ത്യൻ വേരിയൻ്റ് അല്ല, മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ വേർഷൻ ആണ്. അതുകൊണ്ട് തന്നെ ചില സ്പെസിഫിക്കേഷനിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വ്യത്യാസങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു വീഡിയോയിലോട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ സ്പെസിഫിക്കേഷൻ എടുത്ത് പറയുന്നത് ഇന്ത്യൻ വേരിയന്റിനെ കുറിച്ചല്ല, മിഡിൽ ഈസ്റ്റ് വേരിയന്റിനെ കുറിച്ചായിരിക്കും. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് കൂടെ ലഭിക്കുന്നുണ്ട്. 15 വാട്ടിന്റെ ചാർജർ അഡാപ്റ്റർ ആണ് വരുന്നത്. Type A to Type C ചാർജിങ് കേബിളും. 2 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഫെദർ ഗ്രീൻ ആണ്. ഇത് കൂടാതെ ഗ്ലോയിങ് ബ്ലാക്കും. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് പാനലും ബോഡി ഫ്രെയിമും യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. ഒരു സ്റ്റൈൽ ആൻഡ് പാറ്റേൺ നമുക്ക് ബാക്ക് പാനലിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സർക്കിൾ ഡിസൈനിലുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ്. അല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു ബോക്സി ഡിസൈൻ സ്മാർട്ട് ഫോൺ ആണെന്ന് പറയാം. 7.9 mm ബോഡി തിക്നെസ്സും 190 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കുക. മുകൾ വശത്തായിട്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും അതുപോലെ സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത് മുകൾ വശത്ത് തന്നെയാണ്. ഹൈബ്രിഡ് സിം കാർഡ്സിലോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് അതുപോലെ തന്നെ ഇന്റേണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ IP54 റേറ്റഡോട് കൂടിയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.67 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. പക്ഷേ HD+ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റെസൊല്യൂഷന് ഇത് തന്നെ ഇന്ത്യൻ വേരിയന്റിലാണെങ്കിൽ ഫുൾ HD+ ആണ് വരുന്നത്. 294 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിന്റെ ഡെൻസിറ്റി. 625 nits ആണ് ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ അണ്ടർ ദ സൺ സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ ഗംഭീരമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. ഇത് ജസ്റ്റ് ഒരു ഓക്കെ എന്നുള്ളൊരു ഫീൽ മാത്രമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡോറിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഫുൾ HD+ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയനെ. ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഡീസന്റ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. MediaTek Dimensity 6100+ എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 6 nm ടെക്നോളജിയിൽ ഒക്ടാകോറിൽ 2.2 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. Mali G57 MC2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU. എനിവേ പെർഫോമൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു മാസത്തിനടുത്ത് യൂസ് ചെയ്തിട്ടും എനിക്ക് ഒരു ഇഷ്യൂസും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇവൻ ഗെയിമിങ്ങിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആസ്പെൽറ്റ് 9 പോലുള്ള ഒരു മിഡ് റേഞ്ച് ഗെയിമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ലാഗിങ് ഇഷ്യൂ, ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിംഗ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ പരിഗണിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ 2 മെമ്മറി വേരിയൻസിലാണ് ഗ്ലോബലി ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 6GB റാമിൽ 128ഉം 8GB റാമിൽ 256GB അതുപോലെ തന്നെ ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ് ടു 2TB വരെ നമുക്കിതിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരേ സമയം ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് അല്ലെങ്കിൽ 2 നാനോ സിം കാർഡ് എന്നുള്ള രീതിയിൽ LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ് വരുന്നത്. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 5G ആണ്. അതുകൊണ്ട് തന്നെ 13 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷന്. ഡ്യുവൽ ബാൻഡ് വൈഫൈയും ഇതിൽ സപ്പോർട്ടാണ്. NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 14ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. റിയൽമിയുടെ UI വരുന്നത് 5 ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കുത്തി നിറച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിതിൽ വേണ്ടാത്ത ആപ്ലിക്കേഷനൊക്കെ കുത്തിയിരുന്നു കൊണ്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇത്രയും ദിവസം യൂസർ എക്സ്പീരിയൻസിൽ അങ്ങനെ സോഫ്റ്റ്വെയറിൽ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വേരിയന്റിൽ 45 വാട്ടിൻ്റെ ചാർജർ ആണെങ്കിൽ നമുക്കിവിടെ 15 വാട്ടിൻ്റെ ചാർജറാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ
കുറച്ച് സ്ലോയിലാണ് ചാർജ് ആവുന്ന, 1 മണിക്കൂർ 20 മിനിറ്റിനൊക്കെ മുകളിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്കൊരു മോർണിംഗ് ടു നൈറ്റ് എന്നുള്ള രീതിയിൽ ഹെവി യൂസറിന് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി ഈവൻ ഡിസൈൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലൊക്കെ ഇന്ത്യൻ വേരിയൻറ്റിൽ, അതായത് ഇന്ത്യയിൽ 12X എന്ന് പറയുന്ന ആ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ റിയൽമി 12 എന്ന് പറയുന്ന പേരിൽ ഇറങ്ങുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ 6+128 അല്ലെങ്കിൽ 8+128 എന്ന് പറയുന്ന വേരിയൻറ്റിലാണെങ്കിൽ ഇവിടെ ആ ഒരു സെയിം സ്മാർട്ട് ഫോൺ റിയൽമി 12 എന്ന പേരിൽ 8+256 GB 8+512 GB മെമ്മറി വേരിയൻറ്റിലാണ് ഇറങ്ങുന്നത്. ഈ ഒരു റിയൽമി 12X എന്ന് പറയുന്ന ഈ ഒരു പേര് മാത്രമാണ് ഇന്ത്യനായിട്ടുള്ള സിമിലർ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെയാണ് സിമിലർ എങ്കിലും എക്സാക്റ്റ് സെയിം ഇന്ത്യയിലെ 12X എന്ന് പറയുന്ന ആ ഒരു സ്മാർട്ട് ഫോണിന് പകരമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ലഭിക്കുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമി 12 ആണ്. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിംഗിൾ സ്പീക്കർ ആണെങ്കിലും അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ട് ക്വാളിറ്റി നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. 2 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ മൂന്നാമത്തെ ക്യാമറ ഒക്കെ കാണാൻ സാധിക്കും. പോട്ടെ, അത് 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ് വരുന്നത്. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കൊരു ഡീസൻറ്റ് പെർഫോമൻസ് എന്നേ പറയാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള കുറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഡയലൈറ്റ് പെർഫോമൻസ് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് മിക്ക സമയത്ത് ലഭിച്ചിട്ടുണ്ട്. ഒരു നാച്ചുറൽ കളർ എന്നുള്ള രീതിയിലാണ് മിക്ക ഫോട്ടോസ് കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ചില ഫോട്ടോസിലൊക്കെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് നമുക്കൊരു ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ സാധിക്കും. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ആ ഒരു 8 മെഗാ പിക്സലിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി ക്യാമറയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഡൈലൈറ്റ് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഒരു പോർട്രേറ്റ് ഫോട്ടോസ്, HDR പെർഫോമൻസ്, ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ അത്ര ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓക്കെ ലെവൽ പെർഫോമൻസ് ഉള്ള രീതിയിൽ തന്നെ നമുക്ക് നൈറ്റ് ഫോട്ടോഗ്രാഫിയും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ റിയൽമി 12Xൽ വരുന്നത് 50 മെഗാ പിക്സൽ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതേ ഫോൺ തന്നെയാണ് ഇവിടെ 12 എന്ന പറഞ്ഞ പേരിൽ ഇറങ്ങുന്നതെങ്കിൽ പക്ഷേ റിയൽമി 12ൻ്റെ ക്യാമറയിൽ മെയിൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 108 മെഗാ പിക്സലാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ ഒഫീഷ്യലി വരുന്നത് 6+128 599 ഖത്തറിയാലും 8+256 GB ആണെങ്കിൽ 649 ഖത്തറിയാലും ഏകദേശം ഇന്ത്യയുടെ 13,500 രൂപയും 14,700 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ സാധിക്കും. പക്ഷേ HD+ന് പകരം ഡിസ്പ്ലേ ഫുൾ HD+ കൊടുത്തിരുന്നെങ്കിൽ നന്നായെന്നുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. മറ്റെല്ലാ കാര്യം കൊണ്ടും ഇതൊരു ഡീസൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്ന് തന്നെ പറയാൻ സാധിക്കും. താരതമ്യേന ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസും ഡീസൻറ്റ് ബാറ്ററി പെർഫോമൻസും അതുപോലെ തന്നെ ഓവറോൾ ഡീസൻറ്റ് പെർഫോമൻസ് നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെ പരിഗണിക്കാം. അപ്പോൾ ഈ ഒരു ബജറ്റാണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വീഡിയോസിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിലാണെങ്കിൽ മാത്രം. എനിവേ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം എന്ന് പരിഗണിക്കുക. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തെന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും നാട്ടിൽ പോയിട്ട് അല്ല ഒരു പക്ഷേ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാകുക. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.